എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹലോ ആപ്പിൽ ഒരു ലൈവ് വരാമെന്ന് വിചാരിച്ചു. ക്വാറന്റൈൻ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരുടെ കയ്യിലും ഫോണും ഉണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് ജസ്റ്റ് ഹായ് പറയാം, കുറച്ച് വിശേഷങ്ങൾ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. കുറച്ച് പേരൊക്കെ ലൈവ് കണ്ടു തുടങ്ങി. ഞാനിപ്പോൾ വയനാട്ടിലാണുള്ളത്, എൻ്റെ വീട്ടിലാണുള്ളത്. ഞങ്ങൾ ഈ ലോക്ക്ഡൗണിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ ആയേ. അപ്പോൾ അന്ന് മുതൽ ഇവിടെ നാട്ടിൽ തന്നെയുള്ളത്. സ്റ്റെഫിൻ ഹായ്, അനന്തു ഹലോ, അനിൽകുമാർ ഹായ്, കുട്ടൻ ഹായ്. അയ്യോ, ഞാൻ പേര് വിളിക്കുന്നുണ്ട്, കുറേ പേര് മൂത്തതായിരിക്കാം, സോറി, എനിക്ക് എല്ലാവരും ഏജ് അറിയില്ല, അതുകൊണ്ടാണ്. ജോജോ ഹായ്, വിസ്മയ ഹായ്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ തന്നെ ആയതുകൊണ്ട് കുറച്ച് ബോറടികളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല കാര്യത്തിന് വേണ്ടിയല്ലെന്ന് വിചാരിക്കുമ്പോൾ ഇപ്പം വീട്ടിലിരിക്കാൻ തന്നെ തോന്നും. കരൺ ഹായ്. കബീർ ഹായ്. ഒരുപാട് പേര് ഇത് ലൈവിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ പേരൊക്കെ നോക്കുമായിരുന്നു. അപ്പോഴേ ഞാൻ ഇങ്ങനെ ലൈവ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വായിക്കാം. മിഥിലാജ് എന്ന് പറഞ്ഞ ചേട്ടൻ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഫസ്റ്റ്. മലയാളം അല്ലാതെ മറ്റ് ഭാഷകളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടോ, ഇനി വന്നാൽ ചെയ്യുമോ എന്നാണ്. ഓഫർ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 മൂവി ഞാൻ ഏകദേശം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഷൂട്ട് ഇനിയും ബാലൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. അതിനുള്ളൊരു ഇത് അവർ തന്നിട്ടില്ല. അവർ തന്നെ അനൗൺസ് ചെയ്തിട്ട് എനിക്കിത് പറയാൻ പറ്റുള്ളൂ. ഒരു ഹീറോയിൻ ഓറിയന്റഡ് മൂവിയാണ്, അവാർഡ് ബേസ്ഡ് മൂവിയാണ് 2 എണ്ണവും. പിന്നെ ചില മൂവീസ് വന്നപ്പോൾ കുറച്ച് ഇങ്ങനെ കോസ്റ്റ്യൂമും പ്രശ്നമൊക്കെ ആയിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. നല്ല സിനിമകൾ വന്നാൽ ചെയ്യും. അപ്പം ഇതില്ല ചേട്ടാ, എൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു. പിന്നെ ദാമോദർ കെ എന്ന് പറഞ്ഞിട്ട് ചേട്ടനാണ് ചോദിച്ചത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ പുതുമുഖ നടനോ നായകനായി വന്നാൽ നായികയാവാൻ തയ്യാറാവുമോ? തീർച്ചയായിട്ടും തയ്യാറാവും. കാരണം ഞാനല്ല ഒരു നായകനും ഒക്കെ തീരുമാനിക്കുന്നത്. അതൊക്കെ ഡയറക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെയും ഒക്കെ അവകാശമാണ്. അപ്പൊ അവരൊരു ഹീറോ ഇന്നതാ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ കുറച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളുടെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു ഡയറക്ടർക്ക് അറിയാൻ പറ്റുമല്ലോ ആരാണ് ഇതിൽ നന്നായിട്ട് ചേരുക എന്നുള്ളത്. അപ്പോൾ അവരങ്ങനെ നോക്കിയിട്ടല്ലേ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അതിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊന്നും പറയില്ല. എനിക്കിത് സ്റ്റോറി ഇഷ്ടമാവണം, എൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാവണം, എനിക്ക് ചെയ്യാൻ പറ്റണം എന്നൊക്കെ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുമേഷ് എം. എങ്ങനെയാണ് വിഷ്ണുവുമായുള്ള പ്രണയത്തിലായത്? വിവാഹത്തിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നോ? ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രണയവും ഞങ്ങളുടെ വിവാഹത്തിനെ പറ്റിയൊക്കെ. വീണ്ടും വീണ്ടും ഇങ്ങനെ അതിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ബോറടിക്കും വീണ്ടും വീണ്ടും കേൾക്കുന്നവർക്ക്. മമ്മൂക്കയുടെ ഏത് സിനിമ കണ്ടതിന് ശേഷമാണ് ഇത്ര കട്ട ഫാനായി മാറിയത്? മമ്മൂക്ക് ഏറ്റവും സുന്ദരനായിട്ട് തോന്നിയത് ഏത് സിനിമയിലാണ്? രഞ്ജു എന്ന് പറഞ്ഞ ചേട്ടനാണ് ചോദിച്ചിട്ടുള്ളത്. മമ്മൂക്കാനെ ശരിക്കും സിനിമകൾ കണ്ടിട്ട് മാത്രം ഇഷ്ടപ്പെടുന്ന ആളല്ല. മമ്മൂക്കാനെ എനിക്ക് മൊത്തത്തിൽ മമ്മൂക്കാനെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫാനായത് എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ അച്ഛനൊക്കെ മമ്മൂക്ക ഫാനാണ്. മമ്മൂക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കാനെ സിനിമകളൊക്കെ എപ്പോഴും പോയി കാണാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് മമ്മൂക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്ന സിനിമകൾ കണ്ടിട്ടൊന്നും മാത്രം പറയാൻ പറ്റില്ല. മമ്മൂക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കാനെ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഈ അടുത്ത് കണ്ട സിനിമയിൽ എനിക്ക് ഏറ്റവും സുന്ദരനായിട്ട് തോന്നിയത് ഏതാണെന്നറിയോ? പേരൻപിൽ എനിക്ക് ഭയങ്കര ഭംഗി തോന്നിയിട്ടുണ്ട്. മമ്മൂക്കാനെ കാണാൻ നല്ല ഭംഗിയാണ്. ഏത് വർഷമാണ് കല്യാണം കഴിഞ്ഞത്? കല്യാണത്തിന് മുമ്പാണോ ശേഷമാണോ പൊട്ടാസ് ബോംബിൽ അഭിനയിക്കുന്നത്? മണി എന്ന് പറഞ്ഞ ചേട്ടനാണ് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കല്യാണം 2015 നടന്നത്. ജൂലൈ 8 കല്യാണത്തിന് മുമ്പേ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ് ബോംബാണ് ഫസ്റ്റ് മൂവി. അതിനുശേഷം ഇന്ത്യൻ പ്രണയകഥ, അനാർക്കലി കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ടാണ് ഹാപ്പി വെഡിങ് നായികയായിട്ടൊക്കെ ചെയ്യണേ. പൊട്ടാസ് ബോംബ് കല്യാണത്തിന് മുമ്പേ 2-3-4 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ്
ക്വസ്റ്റ്യൻസ് കേട്ടോ. അവരൊക്കെ അത് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ലൈവില്. ഈ പറഞ്ഞ ചേട്ടന്മാരൊക്കെ, ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച ചേട്ടന്മാരൊക്കെ ലൈവിലുണ്ടോ എന്തോ. ജിയാസ് നെക്സ്റ്റ് ഫിലിം ഒരെണ്ണം റിലീസ് ഏപ്രിലിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അത് കുറച്ചൊരു സർപ്രൈസ് ആണ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നെക്സ്റ്റ് ഇങ്ങനെ ഷൂട്ട് തുടങ്ങണം 2 സിനിമ. അതൊക്കെ അവർ അനൗൺസ് ചെയ്യാനുണ്ട്. അതൊക്കെ അവർ തനിയെ വരുന്ന വഴിക്ക് അനൗൺസ് ചെയ്യും. അയ്യോ, ഏതോ ഒരു ചേട്ടന് ഹിന്ദി അറിയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീരെ അറിയില്ല ഹിന്ദി. ഡോറ ഹായ്, രമ്യ ഹായ്. ക്വാറന്റൈനായിട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞാനിവിടെ സമയം ചെലവഴിക്കുന്നത് കുക്കിംഗ് ആണ് മെയിനായിട്ട്. ഞങ്ങൾ ഈ അടുത്ത് പിന്നെ വിഷ്ണുവേട്ടനും ഞാനും വിഷ്ണുവേട്ടൻ അനിയന്മാരൊക്കെ കൂടെ ഞങ്ങളുടെ ഇവിടെ ഗാർഡനിൽ പോയിട്ട് ഒരു ബക്കറ്റ് ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് ചിക്കൻ കരിഞ്ഞുപോയി. അത് ഞങ്ങൾ തീ വെച്ചതും പിന്നെ കുറച്ച് ടൈമൊക്കെ കൂടിപ്പോയി. പിന്നെ ഗ്രിൽഡ് ഉണ്ടാക്കി, അത് ഏകദേശം നന്നായി. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ നന്നാവും തോന്നുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈമായിട്ട് ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഞങ്ങൾ ഡാൻസ് ഇങ്ങനെ കളിക്കും. പിന്നെ ഇടയ്ക്ക് മടി വരുമ്പോൾ കളിക്കില്ല കേട്ടോ. ഇടയ്ക്കൊരു തോന്നല ഡാൻസ് കളിക്കണം എന്നുള്ളത്. അപ്പോൾ ഏതെങ്കിലും പാട്ട് വെച്ച് കമ്പോസ് ചെയ്തിട്ട് ഡാൻസ് ചെയ്യാറുണ്ട്. ഞാൻ ഹലോയിലും എല്ലാത്തിലൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അത് പോസ്റ്റ് ചെയ്യാറുണ്ട്. വിനേഷോ, ഞാൻ പേര് പെട്ടെന്ന് പോണോണ്ട് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കുക്കിംഗ് നന്നായിട്ട് ചെയ്യുമെന്നാണ്. കുഴപ്പമില്ലാണ്ട് കുക്ക് ചെയ്യാറുണ്ട് ഞാൻ. ചിക്കൻ കറി, ഫിഷ്, അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യും. പിന്നെ പരിപ്പ് കറിയില്ലേ, നമ്മൾ സദ്യക്ക് വെക്കണ ചെറുപയർ പരിപ്പ്, അത് നന്നായിട്ട് വെക്കാറുണ്ട്. അത് വിഷ്ണുവേട്ടനൊക്കെ പറയാറുണ്ട് കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്നുള്ളത്. അയ്യോ, പെട്ടെന്ന് നിങ്ങളുടെ കമന്റ്സ് പോണോണ്ട് എനിക്ക് നിങ്ങളുടെ പേര് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല. അനന്തു ഹായ്, ജിഷ ഹലോ, ഫാസിൽ ഹായ്, ഷാഫി ഹായ്. കുക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എനിക്ക് മൊത്തമായിട്ട് വായിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. രതീഷ് ഹായ്. പിന്നെ വേറൊരു കാര്യം എന്താ അറിയാമോ, ഞാനിവിടെ ഞങ്ങൾക്ക് ഇവിടെ പറമ്പിൽ ചക്കയും മാങ്ങയൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം കരിമ്പുണ്ട്, ഞങ്ങളുടെ കുളത്തിൽ മീനുണ്ട്. ഇവിടെ ബാക്കിൽ തന്നെ ഒരു കുളമുണ്ട്. അപ്പം ഞാനും വിഷ്ണുവേട്ടനും ഒക്കെ കൂടെ ഇടയ്ക്ക് മാങ്ങ പറിക്കാനൊക്കെ പോവും. പിന്നെ ചക്ക പറിക്കും. പിന്നെ കരിമ്പൊക്കെ പറിച്ച് ഞങ്ങൾ കഴിച്ചിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ മീനിനെ പിടിച്ചു. ഇന്ന് ഞങ്ങൾ ഒരു മീനിനെ കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ കുഞ്ഞിതാണ്. നല്ല രസം. ഇവിടെ കുളത്തിൽ ആമ്പലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടെ അവിടെ പോയിരുന്ന് സംസാരിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിരിക്കും. പിന്നെ ഇവിടെ ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിലുള്ള, ഞങ്ങൾ വെച്ച വീട്ടിലുള്ളത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സുഖം. പിന്നെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വിഷ്ണുവേട്ടൻ്റെ അമ്മയും അച്ഛനൊക്കെ ഉള്ള അനിയന്മാരും. ഒരു 4 സ്റ്റെപ്പ് അത്രയും അടുത്താണ് വിഷ്ണുവേട്ടൻ്റെ വീട്. അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകും. അമ്മ ഇങ്ങോട്ട് വരും, അങ്ങനെ സംസാരിച്ചിരിക്കും. വിഷ്ണുവേട്ടനെ ലൈവിൽ കാണിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വിഷ്ണുവേട്ടൻ വരില്ല. വിഷ്ണുവേട്ടൻ ഭയങ്കര മടിയാണ് ക്യാമറയുടെ മുമ്പിൽ വരാൻ. അയ്യോ, എനിക്ക് കമന്റ്സ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഇങ്ങനെ പെട്ടെന്ന് പോവുക. ഒരു മെസ്സേജ് വന്നാൽ നോക്കിയതാ ഫോണിൽ. പിന്നെന്താണ്, കൊറോണയാണ്, അതാണ് ഇപ്പം ഉള്ളൊരു വലിയൊരു പ്രശ്നം. പക്ഷെ നമ്മളെല്ലാവരും ക്വാറന്റൈനിലാണ് ഉള്ളത്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് തന്നെ നേരിടാൻ സാധിക്കുള്ളൂ. അപ്പം അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. എല്ലാവരും പുറത്ത് പോകണതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ, പുറത്തൊന്നും അധികം പോകരുത്, യാത്രകൾ ഒഴിവാക്കുക, കൂട്ടങ്ങൾ കൂടാതിരിക്കുക, പ്രോഗ്രാംസ് ഒഴിവാക്കുക, അങ്ങനെയൊക്കെ പറയേണ്ട, ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുന്നതൊക്കെ എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അത് കേൾക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരു പരിധിവരെ എല്ലാവരും അതനുസരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർ ഡോക്ടേഴ്സും പോലീസുകാരും നമ്മുടെ ഗവൺമെൻറ്റും അങ്ങനെ ഒരുപാട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ലൈവിലൂടെ ഞാൻ അവർക്കൊക്കെ ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. ഒരുപാട് സ്നേഹവും നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യുന്ന പരിപാടികൾ എന്നൊക്കെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് പേര് ഇതേ പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് മൊത്തമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും അടുത്ത കമന്റ്സ് വരുന്നുണ്ട്. ബാബു ചേട്ടാ ഹായ്.
ഷെല്ലു എന്ന് പറഞ്ഞ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് കൽപ്പറ്റയാണോ ഉള്ളതെന്ന്. അതെ, കൽപ്പറ്റ വീട്ടിലാണുള്ളത്. ഹിബ ഹായ്, ശ്വേത ഹായ്, ഇച്ചൂസ് ഹായ്, ജോസഫ് വി എ എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, ഡാൻസ് മാത്രമേ അറിയുള്ളൂ. പാട്ട് പാടുന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ എനിക്ക് ആ കഴിവ് കിട്ടിയിട്ടില്ല. ഈ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാദേവ് കൂയ്, JBB ഹലോ. ഞാൻ കൽപ്പറ്റയാണുള്ളത്, കൽപ്പറ്റ വയനാട്ടിലാണുള്ളത്. വൈശാഖ് ഹായ്, സുഖാണോ? ഞാൻ പിന്നെ ഈ ഒരു സമയത്ത് കുറേ സിനിമകളും സീരീസൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. മണി ഹിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി സീരീസ് ഒക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും കാണും. കുറേ പേര് കണ്ട് റിവ്യൂ ഒക്കെ ഇട്ട് ഞാൻ കണ്ടിരുന്നു. കിരൺ സുഖമായിട്ടിരിക്കുന്നു. അൻസാർ ഹായ്. സാജൻ ചന്ദനക്കുറി തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ടില്ല, അയ്യോ ജാടയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹായ് തരാത്തോണ്ട് എനിക്ക് പേര് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഹായ്. പേരിങ്ങനെ നീ പോവാണ്. ശരത് വി ഹലോ. പിന്നെ ചിലവരെ പേര് ഈ യൂസർ എന്ന് പറഞ്ഞ കുറെ നമ്പേഴ്സ് ഉള്ളു, അപ്പൊ എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ സുഖാണെന്ന് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. രോഹിതായി. നഴ്സുമാരോട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. നഴ്സുമാരോടൊക്കെ ഭയങ്കര സ്നേഹവും ഈ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ അവരെ കുറിച്ചുള്ള പിന്നെ വാർത്തകൾ കാണുമ്പം എനിക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നാറുണ്ട്. അവർ നമ്മൾക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. അവരൊക്കെ ദൈവങ്ങളായിട്ട് തന്നെ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവർ അത്രയും നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പം അവരോടുള്ള നന്ദിയായിട്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് ഒരുപാടുണ്ട്. അയ്യോ എന്തോരം MD പുത്തൂർ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ്. അവിടുന്ന് ഹായ് പറഞ്ഞിട്ടുണ്ടേ. ഹായ്. അജിത് സിനിമയിൽ വന്നില്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി ആയിട്ടുണ്ടാവും, പിന്നെ ഡാൻസും ഉണ്ടാവും. പുതിയ എന്റർടൈൻമെന്റ്സ് എന്താണെന്ന് ചോദിച്ചു. പുതിയതായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീട്ടിലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എപ്പോഴും ഓട്ടാണ്. ഇപ്പൊ വയനാട് ആയതുകൊണ്ട് എപ്പോഴും എറണാകുളം ഒക്കെ ആയിരിക്കും എനിക്ക് വർക്ക് ഉണ്ടാവുക. അപ്പോൾ അവിടെ ആകുമ്പോൾ പെട്ടെന്നുള്ളൊരു ഗ്യാപ്പിനൊന്നും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ വന്നാൽ തന്നെ ഒരു 5 ദിവസമൊക്കെ ഞാൻ ഉണ്ടാവുള്ളൂ ഇവിടെ. പെട്ടെന്ന് പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് നാട് വിട്ട് നിൽക്കാൻ ഭയങ്കര വിഷമമാണ്. അപ്പം ഇപ്പം അതിനുള്ളൊരു ചാൻസ് കിട്ടി. നാട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ പറ്റി. അപ്പം അതിൻ്റെ ഒരു സുഖമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ പരിപാടികളൊന്നുമില്ല. ഡാൻസും സിനിമ കാണുക, ഇവിടെ കുക്കിങ്. പുതിയ വീടായതുകൊണ്ട് ഇവിടെ കുറേ ജോലിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ചെയ്യും. അപ്പോഴത്തേക്കും വൈകുന്നേരം ആവും. അങ്ങനെ പോണു. ഹുസ്ന സുഖമായിട്ടിരിക്കുന്നു. അഫ്സൽ ഹായ്. അച്ചൂസ് ഹായ്. ലത്തീഫ് ഹായ്. അച്ചായൻ ഹായ്. അയ്യോ എനിക്ക് പാട്ട് പാടാൻ അറിയില്ലേ. ഞാൻ ഇതുവരെ പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല പാട്ട് പാടാൻ. അറിയായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പാടിയേനെ. പ്രവീൺ ഹായ്. വിനയ് ഹായ്. അവിനാഷ് ഹായ്. ക്രാഫ്റ്റ് വർക്ക് എന്തെങ്കിലും ചെയ്യാറുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ക്രാഫ്റ്റ് വർക്കൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്യാൻ ഇഷ്ടം, പക്ഷെ എൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതുവരെ വാങ്ങി വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നേരത്തെ അറിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചേനെ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹലോയില് ഒരു പിന്നെ വോട്ടിംഗ് സംഭവം ഉണ്ടായിരുന്നല്ലോ. കുറേ പിന്നെ നമ്മൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു.
അപ്പോൾ വോട്ട് ചെയ്ത ടോപ്പ് ലിസ്റ്റിൽ എനിക്ക് കുറച്ച് പേരോട് താങ്ക്സ് പറയാനുണ്ട്. ഒന്ന് രാഹുൽ എന്ന് പറഞ്ഞ ചേട്ടനാണ്. അവരൊക്കെ എനിക്ക് ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ട്. ജോബ്സ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ശ്യാം, മഹേഷ്, ശിവരാജൻ, ഷിഹാബ്, സന, പ്രബീഷ് കോഴിക്കോട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കുറേ വോട്ട് ചെയ്തു എന്നൊക്കെ അറിഞ്ഞു, ഞാൻ ഇതിൽ കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ്, ഒരുപാട് സ്നേഹം. മമ്മൂക്കാനോട് അന്വേഷണം പറയാനൊക്കെ പറയാനുണ്ട് ഒരുപാട് പേര്. പറയാം, പക്ഷെ മമ്മൂക്കാനെ ഇപ്പൊ ഞാൻ കാണാറില്ല, ഇപ്പൊ ഇവിടെയല്ലേ ഉള്ളേ. അബി ഹായ്. വൈശാഖ്, എനിക്ക് പാടാറില്ല, ഞാൻ പാടില്ല. ലക്ഷ്മി ഹായ്. വിഷ്ണുവേട്ടനെ കാണിക്കാൻ കുറേ പേര് ചോദിക്കുന്നുണ്ട്. വിഷ്ണുവേട്ടൻ വരില്ല, വിഷ്ണുവേട്ടൻ ഭയങ്കര മടിയാണ്. ഞാൻ ഫോട്ടോയ്ക്ക് വിളിച്ചാൽ പോലും മടി കാണിക്കാറുണ്ട്. പനിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പനിയല്ല. പനിയുള്ള പോലെ ഉണ്ടോ? എന്റെ സൗണ്ട് അടഞ്ഞിട്ടുണ്ട്, അതായിരിക്കും. പനിയുള്ള പോലെ ഉണ്ടോ? എന്റെ സൗണ്ട് അടഞ്ഞിട്ടുണ്ട്, അതായിരിക്കും. വൈഗ ഹായ്. വൈഗ ഹായ്. കൃഷ്ണ ഹായ്. ഹായ് അജു. അഭയ ഹായ്. ഗിരീഷ് ഹലോ. ചായ കുടിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കും. അപ്പു, വേറെന്താ പരിപാടികള്? വേറെ ഒന്നുമില്ല, വേറെ ഇതൊക്കെ തന്നെയുള്ളൂ പരിപാടികള്. സുഖം. ഇവിടെ നന്നായിട്ട് ഇങ്ങനെ, ഇവിടെ ഇപ്പം കൊറോണ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 പേർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് ഇപ്പോൾ ഡിസ്ചാർജ് ആയി. ഒരാൾ കൂടെ ഡിസ്ചാർജ് ആവാനുണ്ട്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ അവരൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ ക്വാറന്റൈനിലായിരുന്നു. അവർ ദുബായിൽ നിന്നൊക്കെ വന്നവരായിരുന്നു 2-3 പേര്. അവരധികം പുറത്ത് പോയിട്ടോ ആളുകളായിട്ട് മിങ്കിൾ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. എല്ലായിടവും പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പിന്നെ പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. ഷിജാർ, അമ്മയുണ്ട്. അമ്മ അപ്പുറത്തല്ല, ഞാൻ പറഞ്ഞല്ലോ വിഷ്ണുവിന്റെ വീട് അപ്പുറത്താണ്, തൊട്ടപ്പുറത്താണ്. അപ്പൊ അവിടെയാണ് അമ്മയുള്ളത്. അമ്മ തൊട്ട് മുമ്പ് ഇവിടെ വന്ന് പോയതേ ഉള്ളൂ. സൗണ്ട് ചിലവർക്ക് കേൾക്കുന്നില്ല, എനിക്ക് അറിഞ്ഞൂടെ എന്താന്ന്. ഇവിടെ സൗണ്ട്, ഞാൻ വിചാരിക്കുന്ന സൗണ്ട് ഉണ്ടെന്നുള്ളത്. ഒരാളിങ്ങനെ സൗണ്ട് കേൾക്കണില്ല എന്ന് പറഞ്ഞു, എന്താന്ന് അറിഞ്ഞൂടാട്ടോ. പിന്നെന്താണ് വേറെ വിശേഷങ്ങൾ? എല്ലാവരും ഹായ് 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 എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ എനിക്ക് കേൾക്കായിരുന്നു. ചെറുതായിട്ട് മൂക്ക് അടഞ്ഞിട്ടുണ്ട്, അതാണ് സൗണ്ട് മാറിയിട്ടുള്ളത്. രതീഷ് ഹായ്. അപ്പോസ് താങ്ക് യു സോ മച്ച്. അപ്പോസ് താങ്ക് യു സോ മച്ച്. ജിത്ത് TS, ഒരു സിനിമ പിടിക്കാൻ കഥയുണ്ട്, എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. കഥയൊക്കെ അടിപൊളിയാവട്ടെ. ജിത്തു വയനാട് ഹലോ, ഗുഡ് ഈവനിങ്. പ്രണയത്തിന്റെ കൂട്ടുകാരനൊരു ഹായ്. പുറത്തു പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എന്ന് വെച്ചാൽ എൻ്റെ വീട് ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റാറില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഒരു മിനിറ്റ്, ഒരു ചേച്ചി ഇപ്പോൾ ഒരു കമൻറ്റ് അടിച്ചൊരു നേഴ്സാണ്, എന്തോ ചോദിച്ചു എന്നോട്. അയ്യോ അമ്മേ, കമൻറ്റ് പോയി.
കാണുന്നില്ല. ചേച്ചി എന്താ ചോദിച്ചത് എനിക്ക് വായിക്കാൻ പറ്റില്ല. നഴ്സാണെന്ന് മാത്രം കണ്ടു. ചേച്ചി ഒരുപാട് താങ്ക്സ്. നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നതെന്നറിയാം. നിങ്ങളുടെ ആരോഗ്യമൊന്നും ശ്രദ്ധിക്കാതെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് ഞാനിപ്പോൾ. പുതിയ ഡാൻസ് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് മടിയാവും. അപ്പം ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കും. അതാണ് പുതിയ ഡാൻസ് ഒന്നും ഇതുവരെ പോസ്റ്റ് ചെയ്യാത്തത്. പ്രവാസികളോട് എനിക്ക് ഒരു ഹായ് പറയാനുണ്ട്. നിങ്ങളെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ളൊരു സാഹചര്യം ഉടനെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ പെട്ടെന്ന് തന്നെ നടക്കട്ടെ. എല്ലാവരും സേഫായിട്ടിരിക്കുക അവിടെ. ഞാൻ വയനാട്ടിൽ കൽപ്പറ്റയാണ്. ജിത്തു വയനാട്, കൽപ്പറ്റയാണ് വീട്. ഞാനിവിടെ സേഫാണ്. ഇപ്പോൾ വീടിനകത്ത് തന്നെയാണ്, പുറത്തിറങ്ങിയിട്ടേ ഇല്ല, പുറത്തിറങ്ങാറില്ല. ലക്ഷ്മി, എൻ്റെ കൂടെ പഠിച്ച രാഹുലിനെ അറിയാം. എൻ്റെ കൂടെ പഠിച്ച രാഹുലിനെ അറിയാം. WMO കൂടെ പഠിച്ച രാഹുലിനെ അറിയാം. എൻ്റെ കൂടെ പഠിച്ച രാഹുലിനെ അറിയാം. WMO രാഹുലിൻ്റെ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അഭിനയിച്ച സിനിമ കാണുമ്പോൾ എന്ത് തോന്നുന്നൊരു ചേട്ടൻ ചോദിച്ചു. സന്തോഷം തോന്നും. ജോൺസൺ, എനിക്ക് കുട്ടികളില്ല. കുട്ടികളുടെ പേര് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കുട്ടികളായിട്ടില്ല. ആപ്പിൾ കാപ്പി കൂടി കഴിഞ്ഞിട്ടില്ല. കാപ്പി കുടിക്കണം. ശബ്ദം കുറവാണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. പുതിയ സിനിമ റിലീസ് ആവാനുണ്ട് ഒരെണ്ണം. അത് ഏപ്രിൽ റിലീസ് ആവേണ്ടതായിരുന്നു. പക്ഷെ അതങ്ങനെ ഈ കൊറോണ കാരണം നീട്ടി. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിയും എന്തായാലും. ഇനി രാമൻ്റെ എന്തുകൊണ്ട് ഭയങ്കര ഇഷ്ടമെന്നൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് എൻ്റെ സിനിമകളിൽ. അടുത്ത സിനിമ ഞാൻ